നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇരട്ട അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയിലും കരാർ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതിലും അന്വേഷണം. തുരങ്കപാത നിർമ്മാണം ഇനി പഠനശേഷം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. ദുരന്തസ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രി. കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത മഴ തുടരുന്നു. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ട്. ട്രെയിൻ ഗതാഗതം താറുമാറായി. കേരളത്തിലേക്കുള്ള 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. IG അജിത ബീഗം അന്വേഷണത്തിന് നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് ആവർത്തിച്ചു മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന താൽപര്യം ബലികഴിക്കില്ലെന്നും ഓഹരി കൈമാറ്റം ഇടത് സർക്കാർ നേരത്തെ അറിഞ്ഞെന്നും മുഖ്യമന്ത്രി. പാർട്ടി പത്രമായാലും തെറ്റുകൾ സംഭവിക്കാമെന്നും ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും ട്രംപ്. പ്രഖ്യാപനം ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇറാൻ. വയനാട് മേപ്പാടി ദുരന്ത സ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ. കലക്ടറേറ്റിൽ അവലോകന യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും. അതിനിടെ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിൽ 5 സോണുകളായി തിരിഞ്ഞാണ് പരിശോധന. കിടാവർ ഡോഗുകളും തിരച്ചിലിനുണ്ട്. പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് ബൂം എക്സ്കവേറ്റർ എത്തിച്ചു. മൺകൂനയ്ക്ക് പുറമെ പുഴ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വെല്ലുവിളികൾ ഉയർത്തി പ്രദേശത്ത് ഇടയ്ക്കിടെ കനത്ത മഴയുമുണ്ട്. ജോസഫ് അഗസ്റ്റിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോസഫ്, മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗം ഉടൻ തന്നെ ആരംഭിക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഈ മീനാക്ഷി പാലത്തിന് സമീപം അപകടം നടന്ന പ്രദേശം ഈ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചത്. മന്ത്രി AP അനിൽകുമാർ, T സിദ്ദിഖ്, റേഞ്ച് DIG തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ്, വലിയ സംഘമാണ് ഇത്തരത്തിൽ ഈ പ്രദേശം സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ട് നോക്കി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഈ വീഴ്ച നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിലൊരു വിവരമാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ ചർച്ചയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ മണ്ണിനടിയിൽ ഉള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഊർജിതമാക്കണമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ നിലവിലെടുത്തിട്ടുള്ളത്. ഇതിനായി കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തിച്ച് തിരച്ചിൽ ശക്തമാക്കാനാണ് തീരുമാനം. മാത്രമല്ല ഈ വിദഗ്ധ സംഘത്തിന്റെ, അതായത് ഈ മണ്ണ് നീക്കിയുള്ള ഈ പരിശോധന നടത്തുന്ന സംഘത്തെ വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അയൽ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും കർമ്മനിരതരായ സേവന പ്രവർത്തകരെയും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ വെല്ലുവിളി ഉയർത്തി ഇപ്പോഴും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ തിരച്ചിൽ വലിയ രീതിയിൽ അല്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 5 സോണുകളായി തിരിഞ്ഞായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൺകൂനകൾ കേന്ദ്രീകരിച്ച് കടാവർ ഡോഗുകൾ, മനുഷ്യ സാന്നിധ്യം സംബന്ധിച്ച് സൂചന നൽകിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത്. പക്ഷേ ഈ പരിശോധനയിൽ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. നിലവിൽ 5 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഇപ്പോൾ 5 പേരെ കണ്ടെത്താനുണ്ട്. ജോസഫെ, രാത്രി വൈകിയും പരിശോധന തുടരാൻ തന്നെയാണോ തീരുമാനം? ഒപ്പം കനത്ത മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിനൊരു തടസ്സമാകുന്നുണ്ടോ?
മഴ വിഖ്യാതം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ തിരച്ചിൽ തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനം. ഇന്നലെ പുലർച്ചെ 3 മണി വരെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിച്ചതുമാണ്. സമാന രീതിയിൽ ഇന്നും പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഇവിടുത്തെ ചൂരൽമല ഭാഗം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വണ്ടികളും ആളുകളെ ഉൾപ്പെടെ ഈ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണമായിരുന്നു, ഈ ഗതാഗതം പുനഃസ്ഥാപിക്കണമായിരുന്നു. അതിനൊരു പരിഗണനയാണ് ഇന്നലെ രാത്രി കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഈ കാണാതായവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജീവൻ പണയം വെച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവലോകന യോഗത്തിന് ശേഷം തീരുമാനമാകും. എന്തായാലും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടത്തും. കൂടുതൽ യന്ത്ര സാമഗ്രികൾ, ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമായ നവ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെ ഉള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയും ഈ പരിശോധന നടത്താൻ അല്പസമയത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ക്യാമ്പിലുള്ളവരെയും ചികിത്സയിൽ കഴിയുന്നവരെയുമാണ് ഇപ്പോൾ സന്ദർശിക്കുന്നത്. അതിനുശേഷം കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ ഇത്തരത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും NDRFന്റെയും നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള കർമ്മ പദ്ധതികൾ എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മായ. ശരി, എന്തായാലും മുഖ്യമന്ത്രി വയനാട്ടിലുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പരിക്കേറ്റവരെയും ക്യാമ്പിലുള്ളവരെയൊക്കെ പോയി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കളക്ടറേറ്റിൽ യോഗവും ചേരും. ഒപ്പം ഈ കാണാതായ 5 പേർക്കായി കൂടുതൽ യന്ത്രങ്ങളൊക്കെ, ആധുനിക യന്ത്രങ്ങളൊക്കെ എത്തിച്ച് അവിടെ തിരച്ചിലും പുരോഗമിക്കുകയാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മേപ്പാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകളും കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം വീണ്ടും തുടങ്ങുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ട സഹായം ചെയ്യുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ സാവകാശത്തിൽ UDF യോഗം ചേരും. APCCയുടെ നേതാക്കന്മാർ ആലോചിക്കും. പരിഹാരം ആ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. വയനാട് ദുരന്തത്തിലെ വേദനിക്കുന്ന എല്ലാവരോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാനും പരിക്കേറ്റവരെ സഹായിക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണ നടപടികളെയും സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. കനത്ത മഴയിൽ റെഡ് അലർട്ട് സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. ജില്ലയിൽ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്.
കോഴിക്കോട് ചാത്തമംഗലത്ത് ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. വാഴകൃഷിയും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. മഴ കനത്തതോടെ പുഴകളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് വിവിധ ഗ്രാമപഞ്ചായത്ത് അധികൃതരും മാവൂർ ഫയർ ഓഫീസറും പോലീസും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പ്രശ്നം പരിഹരിച്ചു വരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭിക്കുന്നത് ഗുണമായി. കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകി വീണ്ടും വാങ്ങും. വൈദ്യുതി ബോർഡിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രയാസം പരിഹരിച്ചു വരികയാണ്. നമ്മൾ എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട്. മഴ കിട്ടിയതുകൊണ്ടുള്ള ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാൽ നമുക്ക് കഴിഞ്ഞ ഇതേ ജൂലൈ മാസത്തിലുണ്ടായിരുന്ന അതിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പകുതിയിൽ കുറവ് മാത്രമേ ഇപ്പോഴും നമ്മുടെ ജലസംഭരണികളിൽ വെള്ളമുള്ളൂ. എങ്കിലും പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയത് തിരികെ കൊടുക്കുന്നു, കൂടുതൽ വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അധിക കാര്യങ്ങൾ ചിലവുണ്ട്, അത് പരിഹരിച്ചു പോകും. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. അടുത്ത 24 മണിക്കൂർ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ടാണ്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ്. റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയത് കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളെയും ബാധിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് മേഖലകളിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ശക്തമായ മഴ ലഭിച്ചു. നിർത്താതെ പെയ്ത മഴ കടുത്ത ഉഷ്ണത്തിൽ നിന്ന് ആശ്വാസമായെങ്കിലും ഡൽഹി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ ദിവസങ്ങളായി ഇടവിട്ട അതിതീവ്ര മഴ തുടരുകയാണ്. പാൽഗർ, വസായ് മേഖലകളിലും ഗുജറാത്തിലെ നവ്സാരിയിലും റെയിൽവേ ട്രാക്കിലെ വെള്ളക്കെട്ട് റെയിൽ ഗതാഗതത്തെ ബാധിച്ചു. തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ഉൾപ്പെടെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. നിരവധി ട്രെയിനുകൾ 10 മുതൽ 18 മണിക്കൂർ വരെ വൈകി സർവീസ് നടത്തുന്നതായി റെയിൽവേ അറിയിച്ചു. മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ വ്യോമഗതാഗതത്തെയും സാരമായി ബാധിച്ചു. മുംബൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. അടുത്ത 7 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിമതർക്കെതിരായ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയെ വഞ്ചിച്ചു പോയവർ വർഗ്ഗവഞ്ചകർ തന്നെയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വിമതരെ തിരിച്ചുവിളിച്ച സംഭവത്തിൽ MV ജയരാജനെതിരെ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. വർഗവഞ്ചന എന്ന ഗണത്തിൽപ്പെട്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ, ചതിച്ചു പോയ ഇവരെ ആരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ലോകത്തെ ഏത് ആളുകൾക്കും തെറ്റുപറ്റിയവർ തിരിച്ചു വന്നാൽ അതൊരു പൊതു നിയമമാണ്. ആ തെറ്റുപറ്റിയവർ തിരിച്ചു വരും, തിരിച്ചു വന്നാൽ അവരെ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവരിപ്പം വഞ്ചിച്ചിട്ട് പാർട്ടിയെ ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ടുള്ള 3 ആളുകളാണല്ലോ. അതുകൊണ്ടാണ് വർഗ്ഗവഞ്ചന എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് നേരത്തെ പറഞ്ഞതാണ്. തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ, പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ, അമ്പലപ്പുഴയിലെ G സുധാകരൻ 3 പേരോടുമുള്ള പാർട്ടി നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചു വിളിച്ച MV ജയരാജന്റെ പ്രതികരണമാണ് ചർച്ചകളെ വീണ്ടും സജീവമാക്കിയത്. ഇതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ ജയരാജനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനമാണ്. പാർട്ടി അനുമതിയില്ലാതെ പ്രതികരണം നടത്തി, അനാവശ്യ ചർച്ചകൾക്ക് ഇടവരുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ജയരാജനെ പിന്തുണയ്ക്കാൻ ആരും എത്തിയതുമില്ല. ഇതോടെ വീഴ്ച പറ്റിയെന്ന് ജയരാജനും കുറ്റസമ്മതം നടത്തി. വിവാദം ഏറ്റുപിടിച്ചതിന് MV ഗോവിന്ദനും വിമർശനം നേരിടേണ്ടി വന്നു. വിമതർ കുലംകുത്തികളാണോ എന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞെടുത്ത് നിന്നാൽ മതി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BSc നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. PSc നിയമനത്തിൽ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PSc നിയമന ക്രമക്കേടിൽ സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഒരു SPയും DYSPയും ഉൾപ്പെടുന്ന സംഘമായിരിക്കും ക്രമക്കേട് പരിശോധിക്കുക. നിയമന രേഖകൾ വൈകാതെ പരിശോധിക്കും. PSc ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ തേടും.
പല നിയമനങ്ങളിലും ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും. അത് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSC നിയമന ക്രമക്കേടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽരഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം PSCയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PSCയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് ഉൾപ്പെടെ നടത്തിയ പരീക്ഷയാണ് വിവാദമായത്. PSC ആഭ്യന്തര അന്വേഷണം നടത്തി തലയൂരാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ സമഗ്ര അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ അനുമതിയില്ലാതെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദാനിയുടെ അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന താൽപര്യം ബലികഴിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാർ കമ്പനി നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കും. ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് LDF സർക്കാരാണെന്നും ദേശാഭിമാനി പത്രത്തിലെ വിഴിഞ്ഞം കരാർ സംബന്ധിച്ച വാർത്തയുടെ ഉറവിടം LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓഹരി കൈമാറ്റത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. നരേന്ദ്രമോദിക്കും അദാനിക്കും വേണ്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. വി.ഡി. സതീശന്റെ മംഗളൂരു യാത്രയെക്കുറിച്ചും ഡീലിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യം വന്നത് എന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആരോപണവും അദ്ദേഹം തള്ളി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. പാർട്ടി പത്രമായാലും തെറ്റുകൾ സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടെ അതിൻ്റെ കള്ളക്കളി തുടരുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SIT റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGP റിപ്പോർട്ട് കൈമാറാത്തതിൽ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനായാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജൂൺ 23-നാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ച 2 ആഴ്ച പിന്നിട്ടിട്ടും പോലീസ് ആസ്ഥാനത്ത് നിന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ അടുത്തേക്ക് അത് എത്തിയിട്ടില്ല. ആഭ്യന്തര വകുപ്പാണെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. റിപ്പോർട്ട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി. അതെന്തിനാ ഞാൻ ചോദിച്ചു വാങ്ങുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പത്രലേഖകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഗവൺമെന്റ് സിസ്റ്റം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. DGPക്ക് റിപ്പോർട്ട് കിട്ടിയാൽ DGPയുടെ ഉത്തരവാദിത്വമാണത് എനിക്ക് തരിക. അത് അവർ പരിശോധിച്ച ശേഷം സർക്കാർ കൊടുക്കും. എനിക്കല്ല തരുന്നത്, ഹോം സെക്രട്ടറിക്ക് കൊടുക്കും. ഹോം സെക്രട്ടറിയാണ് ആ കാര്യത്തിൽ മിനിസ്റ്റർക്ക് തരേണ്ടത്. ഇത് അറിയാൻ പാടില്ലാത്ത ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മന്ത്രി ചോദിച്ചു വാങ്ങിച്ചില്ല, അത് ശരിയല്ല. റിപ്പോർട്ടിലെ മെല്ലെപ്പോക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ഈ മാസം 31-നാണ് വിരമിക്കുന്നത്. ADGPമാരിൽ സീനിയറായ അജിത് കുമാറാണ് പകരം DGP ആയി വരേണ്ടത്.
ഏതെങ്കിലും നടപടി അജിത് കുമാറിനെതിരെ സ്വീകരിച്ചാൽ DGP ആകാനാകില്ല. അജിത് കുമാർ DGP റാങ്കിൽ എത്തുന്നതുവരെ റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിക്കായി വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് കോടതിയലക്ഷ്യ നടപടി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്കുമേലുള്ള കടന്നാക്രമണമെന്നും കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പാക്കിയെന്നും ഹൈക്കോടതി. പ്രതിയായ ആൾ വാർത്താസമ്മേളനം നടത്തിയതിലും ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശനം ഉന്നയിച്ചു. INTUC സംസ്ഥാന അധ്യക്ഷനും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD ആയിരുന്ന KA രതീഷ് എന്നിവരാണ് CBI അന്വേഷിക്കുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതികൾ. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് VD സതീശൻ സർക്കാർ അനുമതി നൽകിയത്. പിണറായി സർക്കാർ നൽകാതിരുന്ന അനുമതിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നൽകിയത്. എന്നാൽ അനുമതി നൽകുമ്പോൾ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങളാണ് കോടതിയുടെ വിമർശനത്തിനും നടപടികൾക്കും വഴിവെച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നുവെന്നായിരുന്നു ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗം. വിവാദമായതോടെ പുതിയ ഉത്തരവ് കോടതിയിൽ നൽകിയെങ്കിലും ആദ്യ ഉത്തരവിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി. ഉത്തരവ് നൽകിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS-നെതിരെയാണ് നടപടി. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ വ്യവസായ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണ്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ലെന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞത്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രതി വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചുവെന്നും വിമർശിച്ചു. കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പിലാക്കിയെന്നും എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാം ഉത്തരവിലെ ഖേദപ്രകടനമെന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥന് കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടുണ്ട്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഉൾപ്പെടെ ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് CBI കണ്ടെത്തിയിട്ടുള്ളത്. ആകെ 1400 കോടിയുടെ കരാറാണ് ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം കശുവണ്ടി അഴിമതി കേസിലെ ഉത്തരവ് തെറ്റാണെന്ന് കണ്ട് അത് കോടതിയിൽ കൊടുത്തിട്ടില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ. ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. ബംഗാളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്നു. ബരായ്പൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രഭാസ് മണ്ഡലാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾക്ക് കാരണമായ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമ ബംഗാളിലെ ബറായ്പൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോഴായിരുന്നു സംഭവം. തെളിവെടുപ്പിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പ്രഭാസ് മണ്ഡലിനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. പ്രഭാസ് മണ്ഡൽ അപ്രതീക്ഷിതമായി പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത് വെടിയുതിർത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പ്രതിരോധത്തിനായി നടത്തിയ വെടിവെപ്പിൽ പ്രഭാസ് മണ്ഡലിന് ഗുരുതരമായി പരിക്കേറ്റെന്നും ബരായ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്നുമാണ് പോലീസ് വിശദീകരണം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 11 വയസ്സുകാരിയെ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. വിഷയത്തിൽ സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് പ്രധാന പ്രതിയെ വെടിവെച്ച് കൊന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് ഇറാനുമായുള്ള സമാധാന കരാർ ഇനി മുന്നോട്ടു പോകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ നയിക്കുന്നത് രോഗബാധിതരായ ആളുകളാണെന്നും അവരുമായി ചർച്ച നടത്തുന്നത് സമയനഷ്ടമാണെന്നും ട്രംപ് ആഞ്ഞടിച്ചു. ഗൾഫ് മേഖലയിൽ ഇരു രാജ്യങ്ങളും നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയായുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായി. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. Steve Witkoff, Jared Kushner. But they have to come back to me. As far as I'm concerned, it's just a waste of time dealing with them. They're liars. We make a deal. And if I make a deal with him, we have a deal. And he goes out, he talks. We make a deal. Everyone's agreed. No nuclear weapon. We make a deal. They go outside, talk to the press. They say, we never even talked about it. There's something wrong with them. They're cuckoo. As far as I'm concerned, it's over.
ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക 30 കോടിയായി ഉയർത്തി സർക്കാർ. മുമ്പ് 25 കോടിയായിരുന്നു സമ്മാനത്തുക. 50 ലക്ഷമായിരുന്നു മൂന്നാം സമ്മാനം, 25 ലക്ഷമാക്കി. ഇത്തവണത്തെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. 500 രൂപയാണ് ടിക്കറ്റിന്റെ വില. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂളിന്റെ സമീപത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. 7 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടികൂടിയത്. കടയുടമ രഞ്ജിത്ത് ലാൽ ഒളിവിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അമ്പലപ്പുഴ പോലീസാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ വ്യാജ ബലാത്സംഗ പരാതി ദേഷ്യത്തെക്കാളും ഞെട്ടലിനേക്കാളും വേദനയാണ് ഉണ്ടാക്കുന്നതെന്നും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിക്ക് പോലും ആണുങ്ങളെ കുടുക്കാൻ എളുപ്പമാണെന്നും രാഹുൽ ഈശ്വർ. പീഡന പരാതികളിൽ കോടതി വിധി വരുന്നതുവരെ കുറ്റാരോപിതന്റെ പേരോ വിവരങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിടരുത്. പരാതിക്കാരിക്കും കുറ്റാരോപിതനും ഒരുപോലെ നുണപരിശോധന നടത്തണം. വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുരുഷ കമ്മീഷൻ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. ഒരു 13-കാരിയായ പെൺകുട്ടി, അതായത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്ത് 10ഓളം ആൺകുട്ടികളെയും ആണുങ്ങളെയും കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ഏറ്റവും വേദനാജനകമാണ്. പോലീസുകാർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് ഈ 20 വയസ്സുള്ള പയ്യനെ മർദ്ദിച്ച ആ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, സ്കൂൾ കുട്ടികളെ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളുടെ അല്ലാത്ത സമക്ഷത്തിലല്ലാതെ ചോദ്യം ചെയ്തതും മറ്റും ഗൗരവമായ തെറ്റ് തന്നെയാണ്. വേണ്ട രീതിയിൽ നിയമക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഞാൻ ആ വീട്ടുകാരോട് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച വടകര സ്വദേശി വിഷ്ണുവിന്റെ കിഡ്നി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. KL 55BB 5596 പോലീസ് സൊസൈറ്റി കോട്ടയം എന്ന ആംബുലൻസിലാണ് കിഡ്നി കൊണ്ടുപോയത്. ഇത് ആക്സിഡൻ്റ് അല്ല, കുട്ടിക്ക് IC ബ്ലീഡ് ആയിരുന്നു. IC ബ്ലീഡ് സംഭവിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനായിട്ട് നമ്മളതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാമിലിയോട് ഇങ്ങനെ ഓർഗൻ ഡൊണേഷന് വില്ലിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഒരു കുറച്ച് ദിവസം മുമ്പ് ഈ കുട്ടി എന്തോ ഒരു ഓർഗൻ ഡൊണേഷൻ്റെ ഒരു എന്തോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഗൻ കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി തന്നെ നമ്മളോട് പറയുകയായിരുന്നു, ഞങ്ങൾ വില്ലിങ് ആണ് ഓർഗൻ കൊടുക്കാനെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഗൻ ഡൊണേഷനിലേക്ക് പോയി. ഓർഗൻ ഡൊണേഷനിലേക്ക് പോയതിൻ്റെ ഭാഗമായി നമ്മൾ 2 കിഡ്നി, ലിവർ, 2 കോർണിയ, അത്രയാണ് നമ്മളിപ്പം ഡൊണേറ്റ് ചെയ്തേക്കുന്നത്. ലിവർ പോയേക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. കിഡ്നി പത്തനംതിട്ടയിൽ മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലെ ഡാൻസ് ഓഫ് സംഘത്തിൽപ്പെട്ട സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ സിവിൽ പോലീസ് ഓഫീസർമാർക്കാണ് സസ്പെൻഷൻ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദിൻ്റേതാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് പോലീസുകാർ മദ്യപിച്ച് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തത്. നിയന്ത്രണം വിട്ട വാഹനം ഇടിക്കാൻ വന്നതിനെ തുടർന്ന് നാട്ടുകാർ പോലീസുകാരെ തടയുകയായിരുന്നു. ഇതിനിടെ ഒരു പോലീസുകാരൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. UAEയിൽ ആദ്യമായി ഗോൾഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ അവതരിപ്പിച്ച് വിശ്വാസത്തിന്റെ പുതിയ അധ്യായം കുറിച്ച കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. UAEയിലെ ഏറ്റവും പുതിയ ഷോറൂം ഷാർജയിലെ റോളയിൽ ജൂലൈ 11-ന് പ്രവർത്തനം തുടങ്ങും. കവിത ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിന്റെ 13ാമത്തേതും UAEയിലെ 2ാമത്തെയും ഷോറൂമാണിത്. അൽ ഗുവൈഹായ് അൽ ഗാർബ് ഗോൾഡ് സ്ക്വയർ പാർക്കിന് സമീപം ഹെസ്സ ടവർ ബിൽഡിംഗിലാണ് പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടും പുതിയ ഷോറൂമുകൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർമാൻ TP രാജഗോപാൽ, ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ എന്നിവർ അറിയിച്ചു. അഭിനയം, മോഡലിംഗ്, സോഷ്യൽ മീഡിയ രംഗങ്ങളിലെ പ്രമുഖ സാന്നിധ്യമായ ജുമാന അബ്ദുറഹ്മാൻ ജൂലൈ 11-ന് വൈകിട്ട് 5 മണിക്ക് ഷാർജയിലെ റോളയിലുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്.
സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ ഇളവുണ്ടായിരിക്കും. ഡയമണ്ട് ആഭരണങ്ങളിലെ സ്റ്റോൺ മൂല്യത്തിൽ 40% ഡിസ്കൗണ്ടുമുണ്ട്. സ്വർണ്ണവിലയുടെ 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്താം. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമാണെങ്കിലും മാറ്റിയെടുക്കുമ്പോൾ 100% മൂല്യം ഉറപ്പു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, UAE. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസ് നാളെ പുലർച്ചെ മൊറോക്കോയെ നേരിടും. ശനിയാഴ്ചയാണ് സ്പെയിൻ ബെൽജിയം പോരാട്ടം. ഇംഗ്ലണ്ടിന് നോർവേയും അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡുമാണ് എതിരാളികൾ. ഈ 4 മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ഒന്നാം ക്വാർട്ടറിലെയും രണ്ടാം ക്വാർട്ടറിലെയും വിജയികൾ ജൂലൈ 15 പുലർച്ചെ 5:30 നടക്കുന്ന ആദ്യ സെമി ഫൈനലിലും 3ഉം 4ഉം ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കുന്ന ടീമുകൾ ജൂലൈ 16 പുലർച്ചെ 5:30 നടക്കുന്ന രണ്ടാം സെമി ഫൈനലിലും ഏറ്റുമുട്ടും. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിലെ വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം പിടിച്ചെടുത്തത്. ഇതോടെ ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ അവസാന 8-ലെത്താനാകാതെ മടങ്ങി. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. 1954 സ്വന്തം രാജ്യം ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്.